ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ മട്ടൺ റോസ്റ്റാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും. ഇതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 10 മണി കുരുമുളക്, കുറച്ച് വേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് ഒരു 2 വിസിലടുപ്പിച്ച് പകുതി വേവിൽ എടുക്കാനുള്ള പ്ലാനിലാണ്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു 6-7 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. കുക്കറിൽ ഇപ്പോൾ 2ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത് രണ്ടും അരിഞ്ഞതാണ്. ഞാനിവിടെ ചതച്ചിട്ടൊന്നുമില്ല, കാരണം ഇതെന്തായാലും അതിൽ അലിഞ്ഞു പോയിക്കോളും. അതേപോലെയാണ് നമ്മൾ വയ്ക്കുന്നത്. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പിലയും കൂടി ഇടാം. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ഒരുവിധം വറവ് മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് തക്കാളി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ച് ഒന്നത് തക്കാളി ഒന്ന് ഉടയണ വരെ ഒന്ന് വേവിക്കാം. ഞാൻ ചെയ്യുന്ന കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊന്നും അങ്ങനെ ഉടഞ്ഞിട്ടൊന്നും കാണുന്നില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈ വളമൊക്കെ ഇട്ട് വരുന്ന തക്കാളിയെ കാരണം ഭയങ്കര ആരോഗ്യം തോന്നുന്നു തക്കാളിക്കൊക്കെ, പെട്ടെന്ന് വെന്ത് കിട്ടണില്ല. കുക്കിങ്ങിനെ കുറിച്ച് സ്ത്രീകളൊക്കെ പറയണ പോലെയൊന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ അനക്കൊക്കെ വന്നിട്ടുണ്ട് തക്കാളിക്ക്. നമ്മളൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്കിനി കുക്കറിൽ വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ, വേവിച്ച് വെച്ചതല്ല പകുതി വേവിൽ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഈ മസാലയിൽ കിടന്നിട്ട് ഇതൊന്ന് ബാക്കിയുള്ള പകുതി വേവ് ഇതിൽ വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം. മട്ടൺ റോസ്റ്റ് പല ആൾക്കാരും പല രീതിയിൽ വയ്ക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് കുറച്ച് കാലങ്ങളായിട്ട് വയ്ക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഈ മട്ടൻ്റെ സ്റ്റോക്കിലും ഈ മസാലയിലും കിടന്നിട്ട് ഈ മട്ടൻ ബാക്കിയുള്ള പകുതി വേവ് മസാലയിൽ തന്നെ കിടന്ന് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിനുണ്ടാവുക. പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ നന്നായി ഡ്രൈ ആയിട്ടാണല്ലോ എടുക്കുന്നത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ നിങ്ങൾ, ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി. ഇപ്പം ഇനിയുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഡ്രൈ ആവണ വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലൊരു മണവും ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. അത്യാവശ്യം നല്ല സമയം എടുത്തുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇത് വെള്ളം വറ്റിച്ചെടുക്കണം, അങ്ങനെ റോസ്റ്റാക്കി എടുക്കണം. നിങ്ങൾ സ്പീഡ് കൂടുന്തോറും ടേസ്റ്റിലും വ്യത്യാസം വരും.
അപ്പോൾ വളരെ മെല്ലെ തന്നെ അതിങ്ങനെ എടുക്കുമ്പോൾ ഒരു അന്യായ ടേസ്റ്റാവും. പിന്നെ ഇതിൽ നമ്മൾ സവോള വഴറ്റിയ സമയമുണ്ടല്ലോ, അതിൽ ആ സവോളയുടെ പകുതി ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ മാരകമായിരിക്കും, വേറെ ലെവലായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഇവിടെ ചെറുള്ളി ഇപ്പോൾ എനിക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ സവോള മാത്രമാണ് ചേർത്തത്. ഇപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട എന്താ സാധനം നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളുടെ സാഹചര്യം അനുകൂലമാണെങ്കിലേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ, എന്നിട്ട് അറിയിക്കിട്ടാ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ.